സ്ത്രീ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പല പെൺകുട്ടികളും ഇന്ന് ഒരു മാസം പീരീഡ്സ് ആയില്ലെങ്കിൽ അത്രയും സന്തോഷം, അല്ലെങ്കിൽ 3 ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരത് വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. ഉറക്കം ഇസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ലൈഫ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോഴ്സ്ഫുൾ ഒരു റെസ്റ്റ് ഒന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെയും കുറച്ചും കൂടി കൂടുതൽ ഉറക്കം വേണ്ട ആൾക്കാരാണ്. ഏർലി പ്യൂബർട്ടി സ്റ്റേജ് ഒക്കെ ആക്ച്വലി ഗുഡാണോ ബാഡാണോ? അല്ലല്ല, തീർച്ചയായിട്ടും ഇതൊരു അലാമിങ് സൈനാണ്. അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. നോർമൽ ഡെലിവറി സംഭവിക്കാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭധാരണം എന്ന് പറഞ്ഞ ഒരു ഫിസിയോളജിയാണ്. 30 വയസ്സിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി കഴിയണം എന്നാണ് പറയുക. മനസ്സ് സ്ട്രെസ് ഫ്രീ ആയിട്ട്, കാരണം ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു മൈൻഡ് എന്ന് പറയാം. ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫീമെയിൽ ഓറിയന്റഡ് ടോപ്പിക്കാണ്. അതായത് ഒരു സ്ത്രീയുടെ ലൈഫിൽ സംഭവിക്കുന്ന ഡിഫറെൻറ്റ് ഗ്രോത്ത് സ്റ്റേജിനെ കുറിച്ച്, പ്യൂബർട്ടി സ്റ്റേജ് മുതൽ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം സംഭവിക്കുന്ന മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ചാലഞ്ചിനെ കുറിച്ച്. സോ ഇന്ന് നമ്മോടൊപ്പം ഗസ്റ്റായി ജോയിൻ ചെയ്തിട്ടുള്ളത് ഡോക്ടർ ആതിര മാം ആണ്, പ്രസൂതിക ആയുർവേദ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഹായ് മാം. ഹായ് മാം, അതായത് ഒരു പെൺകുട്ടിയുടെ ഫസ്റ്റത്തെ ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് പ്യൂബർട്ടി സ്റ്റേജ് ആണ്. പക്ഷെ നമ്മൾ റീസെൻറ്റ് കേസിൽ വെച്ച് നോക്കുമ്പോൾ പല പെൺകുട്ടികളിലും ഇപ്പോൾ ഒരു ഏർലി പ്യൂബർട്ടി സ്റ്റേജ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ കണ്ടീഷൻ ഡേഞ്ചർ ആണോ, അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരാനായിട്ട് എന്തായിരിക്കും റീസൺ? ആയുർവേദം അനുസരിച്ച് നമ്മുടെ ഒരു കാലഘട്ടം ബാലാവസ്ഥ, യൗവനാവസ്ഥ, വാർദ്ധക്യാവസ്ഥ, അങ്ങനെ 3 സ്റ്റേജായിട്ട് നമ്മുടെ ലൈഫ് സൈക്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്ന ഈ ബാലാവസ്ഥയിൽ നിന്നും പെട്ടെന്ന് യൗവനത്തിലേക്ക് ഒരു എടുത്തുചാട്ടമാണ് ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ യൂഷ്വലി ഈ ബാല എന്ന് പറഞ്ഞ അവസ്ഥയിൽ കഫദോഷമാണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കണേ. അതായത് നമ്മുടെ പോഷണത്തിൻ്റെയും അതുപോലെ വളർച്ചയുടെയും ഒരു കാലഘട്ടമാണ് ബാലാവസ്ഥ. ഇത് പല കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ശരീരത്തിൽ പിത്തം അമിതമായി കൂടുകയും യൗവന കാലഘട്ടത്തിലേക്ക്, അതായത് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഹോർമോണൽ മെച്യൂരിറ്റി പെട്ടെന്ന് അറ്റൈൻ ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇതിന് പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ആഹാരം, അതുപോലെ ജീവിതശൈലി, നമ്മുടെ ഉറക്കത്തിൻ്റെ സൈക്കിൾസ്, ഇതെല്ലാം ഇതിനെ ട്രിഗർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എന്തൊക്കെയാണ്. ഇപ്പോൾ ആഹാരം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസ്കരിച്ച ഫുഡ്സാണ് കിട്ടുന്നത്. അതുപോലെ അതിൽ ആർട്ടിഫിഷ്യൽ കളേഴ്സ് കുറേ ഉണ്ട്. പിന്നെ ഇപ്പോൾ മീറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹോർമോൺസ് കലർന്ന മാംസമാണ് നമുക്ക് കിട്ടണേ. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്നത് വഴി പെട്ടെന്ന് നമ്മുടെ ഓരോ സെൽസിനെ മെച്യൂരിറ്റിയിലേക്ക് നയിക്കണം. അതായത് കോശങ്ങളെ ശരിക്കും വേഗത്തിൽ പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ നാച്ചുറൽ പേസ് നഷ്ടപ്പെട്ട് ഒരു ഫാസ്റ്റർ പേസിലേക്ക് പോകുന്നു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ലൈഫ് സ്റ്റൈലാണ്. ഇപ്പോൾ കൂടുതലും കുട്ടികൾ ചെറുപ്പം തൊട്ടേ കളി കുറവാണ്. TV, കമ്പ്യൂട്ടർ അങ്ങനത്തെ ഗാഡ്ജറ്റ്സിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നെയ്മുറ്റിയ കോഴിയുടെ അവസ്ഥയാണ്. കാരണം ശരീരത്തിന് ഒരു അനക്കവും ഇല്ല, എക്സസൈസസ് ഇല്ല, കളിയില്ല. അതൊരു ഫാക്ടറാണ്. പിന്നെ ഉറക്കം വളരെ വൈകിയുള്ള ഉറക്കം, അല്ലെങ്കിൽ രാത്രി ഉറങ്ങാതെ രാവിലെ കുറേ നേരം കിടന്നുറങ്ങുക, ഇറഗുലർ സ്ലീപ്പ് പാറ്റേണും ഇതിനൊരു കാരണമാണ്. പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓവർ സ്റ്റിമുലേറ്റഡ് ആണ്. കാരണം ഇപ്പോൾ ഭയങ്കര ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് കുട്ടികളെപ്പോഴും. പിന്നെ ഭയങ്കര സ്ട്രെസ്ഡാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതശൈലിയെ വളരെ സാരമായിട്ട് ബാധിക്കുന്നു. സ്ത്രീ എന്ന് പറഞ്ഞാൽ ഹോർമോൺസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ട്രിഗേഴ്സ് വരുമ്പോൾ ഇവർ പെട്ടെന്നൊരു മെച്യൂരിറ്റിയിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളും നേരത്തെ വരുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന ഏർലി പ്യൂബർട്ടി സ്റ്റേജ് ഒക്കെ ആക്ച്വലി ഗുഡാണോ ബാഡാണോ? അല്ലല്ല, തീർച്ചയായിട്ടും ഇതൊരു അലാമിങ് സൈനാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ പെട്ടെന്ന് മെച്യൂരിറ്റി ആവുന്നു എന്ന് നമ്മുടെ ശരീരം നമ്മളോട് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. പിന്നെ സ്ട്രെസ്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ചെറിയ പ്രായത്തിലെ ഇവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദമാണ്. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ ഭയങ്കര അമിതമായ വിവരശേഖരണമാണ് ഇവർക്ക് നടത്തേണ്ടി വരുന്നത്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ അമിതമായി ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ നമ്മളൊരു ഏർലി പ്യൂബർട്ടി സ്റ്റേജിലേക്ക് പോകുന്നു. മാം, നമ്മുടെ ഒരു മെൻസ്ട്രേഷൻ സൈക്കിൾ നോർമലായിട്ട് വരുന്നത് 5 to 7 days ആണ്. പക്ഷേ ചില കേസിലൊക്കെ അത് എക്സ്റ്റെൻഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 1-2 ദിവസങ്ങളായിട്ട് അത് ചുരുങ്ങാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളൊരു ഇറഗുലർ പീരീഡ്സ് ആക്ച്വലി നമ്മുടെ ബോഡിനെ എത്രത്തോളം എഫക്റ്റ് ചെയ്യും? ഇതെല്ലാം റെഗുലർ മെൻസ്ട്രേഷൻ്റെ ഒരു കാറ്റഗറിയിൽ ഇതെല്ലാം വരുന്നത്. ഇതുണ്ടാവാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തിൻ്റെ ഒരു ഡീറേഞ്ച്മെൻ്റ് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ, വേറെ ഫാക്ടേഴ്സ് ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ റെഗുലർ മെൻസ്ട്രേഷൻ ഈസി ആയിട്ട്
കറക്റ്റ് ചെയ്യാം ആയുർവേദത്തിലൂടെ. പിന്നെ ഇതെല്ലാം നമ്മുടെ ശരീരം തരുന്ന ഒരു സൂചനകളാണ്. ഈ സയൻസ് എല്ലാം നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ PCOD അല്ലെങ്കിൽ അമിത രക്തസ്രാവം അല്ലെങ്കിൽ അമിതവണ്ണം അങ്ങനെ ഒരുപാട് ഹോർമോണൽ ഇംബാലൻസിലേക്ക് ഈവൻ വന്ധ്യതയിലേക്ക് വരെ ഇത് നയിക്കും. അപ്പോൾ ഈ ഇറഗുലർ പീരീഡ്സ് അല്ലെങ്കിൽ 3 ദിവസം നിൽക്കുന്നു, 5 ദിവസം നിൽക്കുന്നു, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശരിക്കും നമുക്ക് ശരീരം തരുന്നൊരു സൂചനയാണ്. ഇത് കുറച്ച് ആ സയൻസിനെ നമ്മൾ മാനിക്കണം. പല പെൺകുട്ടികളും ഇന്ന് ഒരു മാസം പീരീഡ്സ് ആയില്ലെങ്കിൽ അത്രയും സന്തോഷം, അല്ലെങ്കിൽ 3 ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവരത് വലിയ ഗൗരവത്തിൽ എടുക്കാറില്ല. പക്ഷെ ഭാവിയിലേക്ക് ഇത് PCODയിലേക്കോ അമിതമായിട്ടുള്ള ഹെമറേജിയ, അമിത രക്തസ്രാവം, അതുപോലെ അമിതമായിട്ടുള്ള വണ്ണം, ഈവൻ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് വരെ നയിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. നമ്മൾ നേരത്തെ മെൻഷൻ പോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കറന്റ് സിനാരിയോ വെച്ച് നോക്കുമ്പോൾ ആളുകളുടെ ഇടയിൽ ഒരു ഫിസിക്കൽ എൻഗേജ്മെന്റ് വളരെ കുറവാണ്. കൂടുതൽ ആളുകളും ഫോണാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. സോ ഈ ഒരു ഫാക്ടർ എങ്ങനെയാണ് നമ്മുടെ ഹോർമോൺസിനെയും സ്ലീപ്പ് സൈക്കിളിനെയും ബാധിക്കുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ഉറക്കമില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വാദം ആണ് മൂവ്മെൻറ്റ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പീരീഡ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ. നമ്മൾ ഉറങ്ങാതെ ഇരിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലെ വാതദോഷത്തിനെ ബാധിക്കുന്നു. അങ്ങനെ നമ്മുടെ പീരീഡ്സ് ഇറഗുലർ ആവുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു കാര്യം എടുത്ത ആഹാരം. ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡൊക്കെ കഴിക്കുന്നത് വഴി അല്ലെങ്കിൽ അമിതമായിട്ടുള്ള എരിവ്, പുളി, ഉപ്പ്, ഫ്രൈസ് എല്ലാം കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ പീരിയഡ്സിൽ അമിതമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ, അതായത് ഹെമറേജിയ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ പീരിയഡ്സ് പെട്ടെന്ന് നേരത്തെ വരുന്നു. അങ്ങനെ പിന്നെ വ്യായാമമില്ലായ്മ, ആ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ വരുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം ബ്ലോക്ക്ഡ് ആവുകയാണ്. കഫദോഷം ഡീറേഞ്ച്ഡ് ആവും, ഫുൾ ചാനൽസിന് ബ്ലോക്കാണ്. അപ്പോൾ ഒരു ഇഫക്റ്റീവായിട്ടുള്ളൊരു വർക്കിംഗ് അവിടെ നടക്കുന്നില്ല. പിന്നെ വേറെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം, സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലേഡി ഈസ് മെയ്ഡ് ഓഫ് ഹോർമോൺസ് എന്ന് പറയാം. അപ്പോൾ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിൽ നിന്നാണ്. ഹൈപ്പോതലാമോ, പിറ്റ്യൂട്ടറി, ഒവേറിയൻ ആക്സസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഡീറേഞ്ച്ഡ് ആയ എല്ലാം തകിടം മറിയും. അപ്പോൾ ഈ വായുവാണ് എഗെയിൻ ഇവിടെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ആ സ്ട്രെസ്സ് വരുമ്പോൾ ഈ ഹോർമോൺ സിസ്റ്റം മൊത്തത്തിൽ എഫക്റ്റഡ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഒരു ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ പല ആളുകൾ, അതായത് ഇപ്പോൾ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വർക്കിംഗ് പീപ്പിൾ ആയിക്കോട്ടെ, അവരൊക്കെ ആക്ച്വലി ബിസിയാണ്. സോ അവർക്ക് ചെയ്യാൻ പറ്റിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഹോർമോണൽ ഇംബാലൻസ് കറക്റ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ദിനചര്യ, ഒരു ദിവസം ഒരു സ്ത്രീ ചെയ്യേണ്ട ദിനചര്യകൾ. ഫോർ എക്സാമ്പിൾ വർക്കിംഗ് അമ്മയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു യൂഷ്വൽ ഷെഡ്യൂൾ വരുന്നത് രാവിലെ എണീക്കുന്നു, കുക്കിംഗ്, പിന്നെ കുട്ടികളെ സ്കൂളിൽ വിടുന്നു, തിരിച്ചു വന്ന് അവരെ പഠിപ്പിക്കുന്നു. ആ ഒരു സ്റ്റൈലിൽ ഇവർക്കൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല. അപ്പോൾ നമ്മൾ അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റുന്ന ഒരു സമയം കണ്ടെത്തണം, തീർച്ചയായിട്ടും വേണം. അതല്ലാത്തവർ നമുക്ക് ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ബ്രേക്സ് എടുത്തിട്ട് നടക്കാനും ഒക്കെയുള്ള സാഹചര്യം കണ്ടെത്താം. പിന്നെ അതുപോലെ ഓഫീസ് യോഗ പോലത്തെ കാര്യങ്ങൾ ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മസിൽസിന് സ്ട്രെച്ചിങ് കിട്ടുന്നു, ഓക്സിജനേഷൻ കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ട് നമ്മുടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിൽ ചേർക്കണം. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സീസണൽ റെജിമൻ, അത് ആരും അധികം ചെയ്യാത്തൊരു കാര്യമാണ്. അതായത് ഓരോ സീസണിൽ, ഇപ്പോൾ ചൂടുകാലത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ പോലെ ആയിരിക്കില്ല നമ്മളൊരു മഞ്ഞുകാലത്ത് കഴിക്കേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ച് കൃത്യമായിട്ട് ആയുർവേദത്തിൽ അതിനൊരു ചാർട്ട് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുക. അപ്പോൾ പൊതുവേ പ്രധാനമായിട്ട് കർക്കിടക ചികിത്സ എല്ലാവർക്കും അറിയാവുന്നതാണ്. കർക്കിടകത്തിൽ നമ്മൾ അതെ കഞ്ഞി കുടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ ഓരോ സീസൺസിലും ഉണ്ട്. അത് നമ്മൾ സ്ത്രീകൾ പ്രത്യേകിച്ചും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ പറയാൻ പറ്റുന്നത് നമ്മുടെ ഉറക്കം ഇസ് വൺ ഓഫ് ദ പില്ലേഴ്സ് ഓഫ് ലൈഫ്. ഉറക്കം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോഴ്സ്ഫുൾ ഒരു റെസ്റ്റ് ഒന്നുമല്ല. ആ സമയത്താണ് നമ്മുടെ ശരീരത്തിൽ റിപ്പയറിങ് കൂടുതലായിട്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പുരുഷന്മാരെയും കുറച്ചും കൂടി കൂടുതൽ ഉറക്കം വേണ്ട ആൾക്കാരാണ്. അപ്പോഴാണ് ആ ഹോർമോണൽ റെഗുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അപ്പം നല്ല അഗാധമായ ഒരു ഉറക്കം കിട്ടാൻ, കൃത്യസമയത്തുള്ള ഉറക്കം, അതുപോലെ ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങാതിരിക്കുക, അതുമൊക്കെ പ്രധാനമാണ്. രാത്രി ഉറങ്ങേണ്ട സമയം രാത്രിയാണ്. രാത്രി മാത്രം ഉറങ്ങണം, പകൽ ഉറങ്ങാൻ പാടില്ല. അതും നമ്മുടെ ഹോർമോണൽ മെക്കാനിസത്തിനെ ബാധിക്കും. പിന്നെ നമ്മൾ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ അമിതമായൊരു വണ്ണത്തിലേക്ക് പോകാതെ നമ്മുടെ ബോഡിയെ നോക്കുകയാണെങ്കിൽ ഒരുവിധം ഹോർമോണൽ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. മാം, ഇപ്പോൾ പ്രീ കൺസെപ്ഷൻ എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് പലർക്കും ഒരു ഐഡിയ ഇല്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം എന്ത് ചെയ്യണമെന്നും അതുപോലെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ ചെയ്യണമെന്നും എല്ലാവരും അവെയറാണ്. ബട്ട് ഈ ഒരു കോൺസെപ്റ്റ് എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇതിനെക്കുറിച്ച് അധികം ആരും അവെയറല്ല. നമ്മുടെ ലൈഫിൽ പല ബ്രഹ്മചര്യം, ഗൃഹസ്ഥ ആശ്രമങ്ങൾ പറയും. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമം, ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും
ഗൃഹസ്ഥാശ്രമമാണ്, അതായത് കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രീ കൺസെപ്ഷൻ കെയർ എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ നമ്മൾ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം, വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് രണ്ടുപേരുടെയും ശരീരം അതിന് മുൻപ് നമ്മൾ മേക്ക് ചെയ്തെടുക്കണം എന്നാ പറയുക. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു 25 വയസ്സ് കഴിയുമ്പോൾ തന്നെ മെയിൽസിനെ സംബന്ധിച്ച് അവർ ഡയബറ്റിക് ആവുന്നുണ്ട്, ഹൈപ്പർ കൊളസ്ട്രീമിയ ആവുന്നുണ്ട്, LDL ലെവൽസ് ഇതാവുന്നുണ്ട്, grade 1 ഫാറ്റി ലിവർ എന്തായാലും ഉണ്ട്. സ്ത്രീകൾക്കും ഏറെക്കുറെ ഹോർമോണൽ ഇംബാലൻസും, PCOD, അതുപോലെ അമിതമായ രക്തസ്രാവം, ഹൈപ്പോതൈറോയിഡിസം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇവരുടെ ബോഡി ഒട്ടും ഫിറ്റല്ല. അപ്പോൾ ഇത്തരം അസുഖങ്ങൾ വരുന്നതിന് മുൻപാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ തന്നെ രണ്ടുപേരുടെ ഏറ്റവും ക്വാളിറ്റി ഉള്ള രോഗം അല്ലെങ്കിൽ ഒരു സ്പേം, അതാണ് നമ്മൾ ഫ്യൂസ് ചെയ്യിപ്പിക്കേണ്ടത്. ഇത് നാച്ചുറലായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഈ പ്രീ കൺസെപ്ഷൻ കെയർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആയുർവേദത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ. അതായത് നമ്മുടെ രണ്ടുപേരുടെ ശരീരം നന്നായി ശുദ്ധീകരിക്കാം. എങ്ങനെ ശുദ്ധീകരിക്കാം? പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ 5 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ അവരുടെ പൊക്കിളിൻ്റെ മുകളിലുള്ള ഭാഗം ശുദ്ധീകരിക്കാൻ വമനം എന്ന് പറയും, വോമിറ്റിംഗ്, മെഡിസിൻസ് ഇൻഡ്യൂസ് ചെയ്ത് വമനം. അതുപോലെ നമ്മൾ വിരേചനം, നെക്സ്റ്റ് പ്രൊസീജിയർ, അതായത് നമ്മുടെ അധോഗതിയിലുള്ള കാര്യങ്ങൾ ശുദ്ധീകരിക്കാനായിട്ട് വിരേചനം ചെയ്യാം. പിന്നെ വസ്തി, അതായത് എനിമ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മെഡിക്കേറ്റഡ് എനിമ. പിന്നെ മസാജസ്, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത് നമ്മൾ എക്സ്റ്റേണലിയും ഇൻറ്റേർണലിയും ക്ലെൻസ് ചെയ്യണം രണ്ടുപേരും. ആ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരനുഷ്ഠിക്കേണ്ട കുറച്ച് ഭക്ഷണക്രമങ്ങളുണ്ട്. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ മോർ ഓഫ് നെയ്യ്, പാല്, എള്ള്, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ ചില പെട്ടെന്ന് കൺസീവ് ചെയ്യാനും അതുപോലെ അബോർഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ തരത്തിലുള്ള ഒരുപാട് മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ ഫലസർപ്പിസ് എക്സാമ്പിളാണ്. അത് നമ്മുടെ യൂട്രസിൻ്റെ വാൾസിനെ നന്നായി ശക്തിപ്പെടുത്തുന്നു, അതുപോലെ അബോർഷൻ നന്നായി പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള നെയ്യൊക്കെ 1 മാസം സേവിച്ചിട്ട് കൺസീവ് ചെയ്യുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഓവം അല്ലെങ്കിൽ ഒരു മിസ്കാരേജ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. പുരുഷന്മാരെ പറ്റി പറയുവാണെങ്കിൽ ഈ ഡീടോക്സിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർക്ക് ഇതുപോലെ നെയ്യ്, അതുപോലെ ഈന്തപ്പഴം, ഇനി മരുന്നുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുസലി, അതായത് നിലപ്പന, അങ്ങനത്തെ പൗഡേഴ്സ് എല്ലാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിക്കുവാണെങ്കിൽ ഈ ക്വാളിറ്റി ഓഫ് സ്പേം വളരെയധികം എൻഹാൻസ് ചെയ്യും. അങ്ങനെ രണ്ടുപേരുടെ ഒരു ബെസ്റ്റ് ഔട്ട്കം ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ആയുർവേദത്തിൽ നമുക്കറിയാം. ഭാരതത്തിലെ ബ്രെയിൻ അല്ലെങ്കിൽ ഭാരതത്തിലെ ആയുസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ആയുസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ബ്രെയിനിൻ്റെ കാര്യത്തിലായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ CEOs എല്ലാം, ഏറ്റവും ബ്രെയിനി ആയിട്ടുള്ള CEOs എല്ലാം ദേ ആർ ഫ്രം ഇന്ത്യ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചത് ആക്സിഡൻ്റലല്ല. ഇത്തരം സംസ്കാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ആഹാരത്തിലും അല്ലെങ്കിൽ ചര്യയിലും ഉള്ള കാര്യങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ രണ്ടുപേരും ഒരു ബെസ്റ്റ് ഔട്ട്കം ആയിരിക്കണം എപ്പോഴും നമ്മൾ വേണ്ടത്. അങ്ങനെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള കൺസെപ്ഷനെ കുറിച്ച് എല്ലാവരും അവെയർ ആവണം. മാം, അപ്പോൾ ഒരു മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഏജ് എപ്പോഴായിരിക്കും? ഏകദേശം പറയുകയാണെങ്കിൽ 30 വയസ്സിന് മുന്നേ നമ്മുടെ ഫസ്റ്റ് ഡെലിവറി കഴിയണമെന്നാണ് പറയുക. അത് കഴിഞ്ഞാൽ അവരെ നമ്മൾ എൽഡർലി പ്രൈമി എന്നാണ് വിളിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി കൺസീവ് ആവുകയാണെങ്കിൽ കുട്ടിക്കും അമ്മയ്ക്കും ബുദ്ധിമുട്ടുകൾ, ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞിനാണെങ്കിൽ മറ്റ് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും 30 വയസ്സിന് മുൻപ് ഫസ്റ്റ് ഡെലിവറി കഴിയുന്നതായിരിക്കും നല്ലത്. മാം, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് ക്വാളിറ്റി സ്പേം കിട്ടാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഏജ് കാറ്റഗറി ഉണ്ടോ? സാധ്യത കുറവാണ്. സ്ത്രീകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരം റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസിന് ഒരു ഏജ് ബാർ പുരുഷന്മാരെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസായിട്ട് കാണാറില്ല പൊതുവേ. മാം, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാം, പക്ഷേ കൺസീവ് ആവാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ അങ്ങനെ വരാൻ എന്തായിരിക്കും കാരണം? അതാണ് ഏറ്റവും വലിയൊരു ഐറണി. നമ്മളെല്ലാവരും വിചാരിക്കും രണ്ടുപേരുടെയും ഫിസിക്കൽ ഹെൽത്താണ് ഏറ്റവും ഇതിന് കൺസെപ്ഷന് വേണ്ടതെന്ന്. പക്ഷേ സൗമനസ്യം ഗർഭധാരണം എന്ന് പറയുക, അതായത് നല്ല മനസ്സ്, സ്ട്രെസ്ഫുൾ അല്ലാത്ത നല്ല കാമായിട്ടുള്ളൊരു മൈൻഡാണ് ആക്ച്വലി കൺസെപ്ഷന് ഏറ്റവും ആദ്യം വേണ്ടത്.
ഇപ്പോൾ ഏറ്റവും നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തുല്ലോ ഒരുപാട് കാര്യങ്ങൾ, ഓവർ സ്റ്റിമുലേഷൻ, അതുപോലെ കരിയർ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ജോബ് സ്ട്രെസ്, ഇതെല്ലാം കാരണം കൺസെപ്ഷൻ വളരെ ഡിലേ ആവുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അവരുടെ മൈൻഡിലാണ്. ഇതെങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് യോഗ, ധ്യാനം, അതുപോലെ പ്രാണായാമം നമ്മൾ ഒരുപാട് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, അത് സർക്കുലേറ്റ് ചെയ്യണു, അപ്പോൾ നമ്മുടെ എല്ലാ സിസ്റ്റവും നന്നായി വർക്ക് ചെയ്യണു, ബ്രെയിനിലേക്ക് നല്ല ഓക്സിജനേഷൻ വരുന്നു, അങ്ങനെ സ്ട്രെസ് എല്ലാം കുറയുന്നു. അപ്പോൾ മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം, കൺസെപ്ഷൻ ഈക്വൽ ടു മൈൻഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രഗ്നൻ്റ് ആയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാണ്ട് നോർമൽ ഡെലിവറിക്കാണ്. അപ്പോൾ നോർമൽ ഡെലിവറി സംഭവിക്കാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്? എപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റീസ് വേണം. കാരണം പ്രസവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭധാരണം എന്ന് പറഞ്ഞ ഒരു ഫിസിയോളജിയാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ നോർമലായിട്ടുള്ള മൈൽഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക, ചെറിയ എക്സസൈസ് ചെയ്യുക നല്ലതാണ്. പക്ഷേ ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് എക്സസൈസസ് കൂടുതൽ വേണ്ടത്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് രാസപദാർത്ഥങ്ങളും ഹോർമോൺസും റിലീസാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 7-8 months ആയി കഴിയുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, എക്സസൈസസ് ചെയ്യുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസാവുകയും നമ്മുടെ യൂട്രസ് ചുരുങ്ങാനും അതുപോലെ സെർവിക്സ് സോഫ്റ്റ് ആവാനും ഇപ്പോൾ കുഞ്ഞിൻ്റെ തല താഴോട്ടാകാനും ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത് എക്സസൈസിലൂടെ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ഓഫ് കോഴ്സ് ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ നല്ലതാണ്. പിന്നെ ആയുർവേദ രീതിയെ പറയുകയാണെങ്കിൽ അപാനവാദം ആണ് ഈ ഗർഭനിഷ്ക്രമണ ക്രിയ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് പുഷസ് ദ ബേബി ഔട്ട്വേർഡ്. അതാണ് അപാനവായുവിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ട്രിഗറിങ്ങിന് നമ്മൾ എക്സസൈസസ് വളരെ നല്ലതായിരിക്കും. പിന്നെ ഓക്സിറ്റോസിൻ ഹോർമോണാണ് ബർത്ത് ഹോർമോൺ. അപ്പോൾ ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസാവുന്നതിനും എക്സസൈസസ് ഹെൽപ്പ് ചെയ്യും. അപ്പം പിന്നെ എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഇനീഷ്യൽ 2 ട്രൈമസ്റ്ററിൽ അത്ര വ്യായാമം, ഒരു മോഡറേറ്റ് വാക്കിംഗ്, ഒരു 20 minutes വാക്കൊക്കെ മതി. ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ് നമ്മൾ ഇത്തരം അതുപോലെ പ്രഗ്നൻസി യോഗ, അതുപോലെ എക്സസൈസസ് എല്ലാം കൂടുതൽ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ആഡ് ചെയ്യാനുള്ളത്, അത് യൂഷ്വലി ആരും ചെയ്യാത്ത കാര്യങ്ങളാണ്. സ്നിഗ്ധാംഗി നവമാൻ മാസ എന്ന് പറയും. അതായത് 9th month നമ്മൾ ഇവരെ കംപ്ലീറ്റ് ആയിട്ട് ഒലിയേറ്റ് ചെയ്യണം, എക്സ്റ്റേണലി ഇൻറ്റേർണലി. എക്സ്റ്റേണലി എങ്ങനെ ഒലിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുഴമ്പ് തേച്ച് കുളിക്കുക 7ാം മാസം മുതൽ. ഇൻറ്റേർണലി നമുക്ക് നെയ്കൾ കൊടുക്കും, ഒരുപാട് മെഡിക്കേറ്റഡ് നെയ്യുകളുണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണലി ഒലിയേറ്റ് ആവും. പിന്നെ നമ്മൾ വെജൈനൽ ഒലിയേഷൻ ഉണ്ട്, അതായത് ആ ഭാഗത്തെ മസിലുകളെ പ്രസവത്തിന് നമ്മൾ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി യോനി പിജു എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ട്, അത് ചെയ്യണം. ബാക്കി എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ട് ചില സ്ത്രീകൾക്ക് സിസേറിയനിലേക്ക് പോകേണ്ടി വരുന്നു. അതൊരു പക്ഷേ ഈ സ്നിഗ്ധം ആക്കാത്തത് കൊണ്ടാകാം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. എന്നാൽ നമുക്കൊരു നോർമൽ ഡെലിവറി എന്തായാലും കിട്ടും, ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെലിവറി ബേബി. മാം, അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അമ്മയും കുട്ടിയും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഏതൊക്കെ എക്സസൈസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? 3rd ട്രൈമസ്റ്ററിലാണ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ലത്. പക്ഷെ നമുക്ക് നടത്തം ഇസ് എ മോസ്റ്റ് റെക്കമെൻഡഡ് എക്സസൈസ്. അത് നമുക്ക് തുടക്കത്തിലേ ചെയ്യാം കേട്ടോ. പിന്നെ കൂടുതലായിട്ട് നടക്കുന്നത് നമ്മൾ 3rd ട്രൈമസ്റ്ററിൽ ചെയ്യാം. നമ്മൾ അപ്രൈറ്റ് പൊസിഷനിൽ ഇടുപ്പിൽ നന്നായിട്ട് സ്വേ ചെയ്തിട്ട് നടക്കുവാണെങ്കിൽ കുഞ്ഞിൻ്റെ തല താഴോട്ട് വരാൻ നല്ലതായിരിക്കും. ഇടുപ്പിൽ വികസിക്കാനും നടത്തം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ് നമുക്ക് പറയാൻ പറ്റുന്ന സ്ക്വാറ്റ്സ്, അതായത് ഒരു കസേരയിലോ അല്ലെങ്കിൽ ഒരു വാളിലോ പിടിച്ചിട്ട് നമ്മൾ എഴുന്നേൽക്കുക, ഏകദേശം ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഇരിക്കുന്ന ഒരു സ്റ്റൈല്, അതാണ് സ്ക്വാറ്റ്സ്. അതും നല്ലതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സസൈസിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ കൺസേൺ ഗൈനക്കോളജിസ്റ്റിൻ്റെ നിന്ന് അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യാവൂ. കാരണം ഒരുപാട് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, പ്ലാസെൻ്റ പ്രീവിയ. അപ്പോൾ ആ കണ്ടീഷൻസിലൊന്നും ഈ സ്ക്വാറ്റ്സും ഇതൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. എപ്പോഴും നമ്മൾ എന്ത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും പ്രഗ്നൻസി യോഗ ചെയ്യുന്നതിന് മുമ്പ് ഗെറ്റ് യുവർ കൺസെൻറ്റ് ഫ്രം ദ ഗൈനക്കോളജിസ്റ്റ്. അതിനുശേഷം മാത്രം നമ്മൾ അതും ഈ ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് മാത്രം, ഒരു ആയുർവേദ ഡോക്ടറോ ഒരു യോഗ ടീച്ചറോ അവരുടെ കൺസേണോടും അവരുടെ ഹെൽപ്പോടും കൂടി മാത്രമേ ഇത്തരം എക്സസൈസുകൾ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു എക്സസൈസാണ് ബട്ടർഫ്ലൈ പോസ്. അതായത് നമ്മൾ 2 കാലുകളും ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ കാൽമുട്ടുകൾ ഇങ്ങനെ മുകളിലേക്കും താഴേക്ക് റേസ് ചെയ്യുക, താഴ്ത്തുക, അങ്ങനെയുള്ളൊരു എക്സസൈസ്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ബെനിഫിഷ്യലുമാണ്. കാരണം ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് പലരും പോസ്റ്റ് ഡെലിവറി കെയറിന് വരുമ്പോൾ അവരുടെ ഇടുപ്പെല്ലിന് ഭയങ്കര സ്റ്റിഫ്നെസ് ആയിട്ട് കാണാറുണ്ട്. അതുപോലെ നടുവിലെ പേശികൾ, പാരാസ്പൈനൽ മസിൽസും ഭയങ്കര സ്റ്റിഫാണ്. പക്ഷേ ഈ എക്സസൈസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ പേശികൾക്ക് ഒരു അയവ് വരാൻ വളരെ ബെനിഫിഷ്യലായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒരു ഇതാണ് കാറ്റ്സ് കൗ സ്ട്രെച്ച് എന്ന് പറയും. അതായത് നമ്മൾ 2 കൈയും കുത്തിയിട്ട് മാർജാരാസനം, ഒരു പൂച്ചയെ പോലെ നിൽക്കുക. എന്നിട്ട് നമ്മളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നമ്മുടെ ബാക്ക് ലിഫ്റ്റ് ചെയ്യുക, മുകളിലേക്ക് പൊന്തിക്കുക, താഴത്തേക്ക് വരിക. അപ്പോൾ നമ്മുടെ എൻറ്റയർ ബാക്കിന് നല്ലൊരു സ്ട്രെച്ച് കിട്ടാനും അതുപോലെ കുട്ടി തിരിഞ്ഞു വരാനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ബൗൺസിങ് ബോൾ. അതായത് നമ്മളൊരു ബോളിലിരുന്നിട്ട് മുകളിലോട്ടും താഴോട്ടും ബൗൺസ് ചെയ്യുക. പിന്നെ ഹിപ്പ് സർക്കിൾസ്, അതായത് ആ ബോളിലിരുന്ന് ഇങ്ങനെ വട്ടം കറങ്ങുക. അപ്പോൾ ഇതെല്ലാം ഇടുപ്പല്ലിലെ പേശികളെ അയക്കാനൊക്കെ വളരെ ബെനിഫിഷ്യലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം എക്സസൈസുകൾ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു നോർമൽ ഡെലിവറി തീർച്ചയായിട്ടും, വേറെ മെഡിക്കൽ കണ്ടീഷൻസിലൊന്നും വേറെ ഇഷ്യൂസ് ഇല്ലെങ്കിൽ ഒരു നോർമൽ ഡെലിവറിക്കുള്ള സാധ്യത തീർച്ചയായിട്ടും ഇത്തരം എക്സസൈസുകൾ കൂട്ടും. മാം, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡെലിവറിക്ക് ശേഷം അമ്മയും കുട്ടിയും നോക്കാനായിട്ട് ഒരു ആയനെ കൊണ്ടുവരും. അവർ തന്നെയായിരിക്കും പ്രോപ്പറായിട്ടുള്ള കെയർ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ കൊടുക്കുന്ന കെയറും അതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം കെയറും കിട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രസവരക്ഷ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി ആയുർവേദ ടെക്സ്റ്റിൽ റിട്ടൺ ആണത്. അപ്പോൾ അത് പ്രകാരമാണ് ഒരു ഡോക്ടറും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റും ചെയ്യണത്. ഒരിക്കലും അതുപോലെ ആയിരിക്കില്ല നമ്മളൊരു ആയ വന്ന് ഇതിനെക്കുറിച്ച് തികച്ചും അജ്ഞരായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ. നമ്മുടെ പ്രസൂതികയിൽ വന്നിട്ടുള്ളൊരു കേസാണ്. നല്ല അലർജി, ആസ്മാറ്റിക് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റിന് പ്രസവം കഴിഞ്ഞ് ധാരാളം എണ്ണ തലയിൽ വെച്ച് അവർക്ക് വീണ്ടും ഒരു ആസ്മാറ്റിക് അറ്റാക്ക് വരികയും അവരതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നെ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്തൊരു പ്രോപ്പർ പോസ്റ്റ് ഡെലിവറി നമുക്ക് കൊടുക്കാനും സാധിച്ചു. ഇതിപ്പോൾ ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ ഒരുപാട് കേസസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ദിനം പ്രതി വരുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ ഇത്തരം ബേബി കുളിപ്പിക്കുന്നതിലുള്ള കുറേ ഗിമ്മിക്സ് കാണിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതായത് കുട്ടിയെ തലകീഴാക്കി പിടിക്കുക, ബ്രസ്റ്റ് ഉടയ്ക്കുക, അങ്ങനത്തെ അവർക്കൊരു സുഖകരമായിട്ടുള്ള മസാജും കൊടുക്കുക എന്നല്ല അപ്പുറം അതിൽ വേറെ ഒരു കാര്യങ്ങളും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മുഴുവൻ ധാരണയുള്ളൊരു ടീം, ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് ഡെലിവറി പീരിയഡ് ഒരു വളരെ ആരോഗ്യപരവും സന്തോഷപരവും ആയിട്ടുള്ളൊരു പീരിയഡാക്കി കൊണ്ടുപോകാൻ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഒരു ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ അടുത്ത് നിങ്ങൾ പ്രസവരക്ഷ ചെയ്യുവാണെങ്കിൽ അമ്മയ്ക്ക് നല്ല സയൻറ്റിഫിക് ആയിട്ടുള്ള മസാജും അതുപോലെ വേദുകുളി, അതുപോലെ ശിരോധാര, സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ ശിരോധാര, ഇങ്ങനത്തെ സർവീസസ് അവൈൽ ചെയ്യാം. അതുപോലെ കുഞ്ഞിനാണെങ്കിൽ ബേബി ബാത്ത്, അതുപോലെ കഷായത്തിലുള്ള കുളി, ഇതെല്ലാം ഒരു വളരെ ആരോഗ്യപരമായ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു സ്ത്രീയുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ ഡിഫറെൻറ്റ് ഗ്രോത്ത് സ്റ്റേജിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഫസ്റ്റ് വൺ, മൈൻഡ് യുവർ ഡൈജസ്റ്റീവ് ഫയർ. നമ്മുടെ ദഹനശക്തിക്ക് അനുസരിച്ച് നമ്മൾ ആഹാരം കഴിക്കുക. എന്ത് കഴിക്കണം, എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എത്രമാത്രം കഴിക്കണം, ഇതെല്ലാം ഇതിൽ പെടും ആഹാരം. അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഗട്ട് ഹെൽത്ത് എപ്പോഴും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു സ്ത്രീ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി റെജിമൻ, നമ്മളുടെ എണീക്കുന്ന സമയം, ഉറങ്ങുന്ന സമയം, അങ്ങനെ ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ചിട്ടയായൊരു ജീവിതം. അതുപോലെ തന്നെ സീസണൽ റെജിമൻ, ഓരോ ഋതുക്കൾക്കനുസരിച്ച്, സമ്മറിൽ പോലെ ആയിരിക്കില്ല, വിൻ്ററിൽ, റെയിനി സീസണിൽ ആഹാരം കുറച്ച് കഴിച്ചാൽ മതി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ സീസണൽ റെജിമൻ കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് സ്ട്രെസ് ഫ്രീ ആയിട്ട്, കാരണം ഹോർമോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു മൈൻഡ് എന്നാണ് പറയുക. അപ്പോൾ ഒരു സ്ത്രീ ഹോർമോണുകൾ കൊണ്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ മൈൻഡ് നല്ല കാമായിട്ട് ഇരിക്കാനായിട്ട് നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യാം. പിന്നെ റെസ്പെക്റ്റ് യുവർ മെൻസ്ട്രൽ സൈക്കിൾ, അതായത് എല്ലാ മാസവും അത് കൃത്യമായിട്ട് വരുന്നുണ്ടോ, എത്ര ദിവസമുണ്ട്. ഇപ്പോൾ പലപ്പോഴും ചെറിയ പെൺകുട്ടികൾ അതിനെ മിസ് ചെയ്താലും ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യരുത്. അത് പിന്നീടുള്ള PCOD, എൻഡോമെട്രിയോസ് പോലെയുള്ള രോഗാവസ്ഥയിലേക്ക്, ഈവൻ വന്ധ്യതയിലേക്ക് വരെ നയിക്കാം. അപ്പോൾ റെസ്പെക്റ്റ് യുവർ മെൻസ്ട്രൽ സൈക്കിൾ, മെൻസ്ട്രൽ ഹൈജീൻ. പിന്നെ ആയുർവേദം അനുസരിച്ച് മെൻസസിൻ്റെ സമയത്ത് ടൂ മച്ച് ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യരുത്. ആ ഇനീഷ്യൽ 3 days നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ചെറിയ അളവിൽ നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു
മെൻസ്ട്രൽ ഹൈജീൻ മെയിൻറ്റെയിനും കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു ഹോർമോണൽ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. സോ താങ്ക് യു മാം, ഇത്ര നേരം ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിനും അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്തതിനും. താങ്ക് യു അൽഫി, താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ.